അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത സ്നേഹമാണ്, നീ കരയരുതെന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചു കൊടുക്കുന്ന പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ചതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അതാ തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് എല്ലാവരും നാളെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. ആ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചിറപ്പിന്റെ ഭയാനകമായ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ ഞാൻ കടന്നു വരുമ്പോ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ അവിടെ വെച്ച് പരിഗണിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പെട്ടെന്ന് ചോദിക്കുമ്പോ അതുവരെ പ്രവാചകനതാ ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്നെ അവിടെ വെച്ച് തിരിച്ചറിയുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞതെന്നറിയുമോ? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കരഞ്ഞതെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, ആയിഷ, പരലോകത്തിന്റെ അവസ്ഥ നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ കോടതിയുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സലാസത്തുന്, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട് വരുന്നവർ, പടച്ച റബ്ബേ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. റസൂലുള്ള വ്യക്തമായി പറയുന്നു, ആയിഷ, ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനെ ചെന്ന് കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കൂല. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവാകട്ടെ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവാകട്ടെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന നിന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലും സന്തോഷത്തിലും താങ്ങും തണലുമായി നിന്റെ കൂടെ കിടന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ, നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ മക്കളാകട്ടെ, അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി,
ഒരാളും നാളെ തിരിഞ്ഞു നോക്കുകയില്ല. ഈ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ 3 സ്ഥലമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരാളും തിരിഞ്ഞു നോക്കാത്ത, അവനവനല്ലാതെ മറ്റൊരാളും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 സ്ഥലങ്ങൾ ഏതാണെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പരിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നോമ്പ് പിടിച്ചുകൊണ്ട് തളർന്ന ശരീരവുമായി ഒട്ടിയ വയറുമായി പടച്ചവരെ തൊണ്ട വട്ടി വരുന്ന സമയത്ത് ഈ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയവരെ ഈ 3 സ്ഥലങ്ങളിൽ നീ മാത്രമേ കാണൂ. ഈ 3 സ്ഥലങ്ങളിൽ നീ ചെയ്യുന്ന നന്മകൾ മാത്രമേ കാണൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആയിഷ, ഒന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായിട്ട് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന സർവ്വ നന്മകളും തിന്മകളും ഉണ്ടല്ലോ, അല്ലാഹു തൂക്കുന്ന രംഗമുണ്ടല്ലോ, മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ, നന്മ തിന്മകൾ തൂക്കുന്ന സമയമുണ്ടല്ലോ സ്വഹാബാ, അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് തൂക്കുന്ന ഒരു ത്രാസുണ്ട്, മീസാൻ. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും മീസാനിനെ കുറിച്ച് പഠിക്കുന്നവരാ, കേൾക്കുന്നവരാ. അള്ളാഹു മീസാനിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അന്നത്തെ ദിവസങ്ങൾ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ത്രാസ് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമുക്ക് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിന്റെ വലുപ്പത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദുല്ലാഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വെച്ചുകൊണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് ഭാരവും വലുപ്പവുമുള്ള ആളുകൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യരെ കുറിച്ച് അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരും. ഒരുപാട് സൽക്കർമ്മങ്ങളായി ഒരുപാട് നന്മകളുമായി നാളെ പരലോകത്തേക്ക് കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തടിച്ച വലിയ ഒരു മനുഷ്യൻ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. ഒരുപാട് ആരോഗ്യമുള്ള ഒരു വലിയ മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും. ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലുമില്ലാതെ അള്ളാഹു അവന്റെ അടുക്കൽ അവൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. വലിയ രീതിയിലാ കടന്നു വരിക. ഒരുപാട് നിസ്കാരമുണ്ടാകും, ഒരുപാട് നോമ്പ് കടിച്ചിട്ടുണ്ടാകും, ഒരുപാട് ദാനധർമ്മങ്ങളും സദഖകളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അതൊന്നും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്തൊരവസ്ഥയിൽ, അവന്റെ നന്മകൾ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നാളെ ചിലരെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസ്, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാരമുള്ളതായിരിക്കണം. ആ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ.
അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ 50, 60, 70 വയസ്സ് വരെ പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടത് അവനവൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഹസിബു ഖബിലൻ തുഹാസബു എന്നാണല്ലോ. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. പടച്ചവനെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വക്കത്തെ നിസ്കാരം, അല്ലെങ്കിൽ ഇന്ന് ഏകദേശം ഒരുപാട് നോമ്പ് നമ്മൾ പിടിച്ചല്ലോ, പിടിച്ച ഏതെങ്കിലും ഒരു നോമ്പ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഒരായത്തെങ്കിലും ഒരു ദിവസം ഓത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ മോദിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത്, ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന ധൈര്യത്തിൽ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞു. അയാൾ പോയപ്പോൾ അദ്ദേഹം പോയത് നന്നായി. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. ഒരുപാട് അൽഹംദുലില്ലാഹ് പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് സംഭാവന 1 ലക്ഷം രൂപ കൊടുത്തു. ഇനി ഇവിടെ പണിയാൻ പോകുന്ന പള്ളിയുടെ വാതിലിനുള്ളത് എത്ര രൂപയാണെങ്കിലും ഞാൻ തരാമെന്ന് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി തിരിച്ചെടുത്താൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ടൊരു സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ഉറപ്പായി പടച്ചവനെ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന്. അള്ളാഹുവേ, ഞാൻ ചോദിച്ചത് നീ എനിക്ക് തന്നല്ലോ. അള്ളാഹുവേ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് ഉറപ്പായി പടച്ചവനെ. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണം. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളമാണ് അള്ളാഹ് കാണിച്ചു തന്നേ? നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളമാണ് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നത്? ആ സമയത്താണ് സ്വഹാബി വര്യം പറഞ്ഞത്, ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പകരം അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. അൽഹംദുലില്ലാഹ്, ആ മനുഷ്യനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ എടുക്കാൻ സമയമായോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് പള്ളി കെട്ടുന്നത്. നിങ്ങളെ ഇനി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഇനി ഇവിടെ ഒരു പള്ളിയായിരിക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ പേരിലാണ് പള്ളി. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയാനുള്ള ലക്ഷ്യമാണ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവൻ്റെ കയ്യിൽ നിന്നൊരല്പം എടുക്കണം. ഒറ്റയ്ക്ക് പള്ളി കെട്ടിക്കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പള്ളി ഉള്ള സ്ഥലത്ത് പള്ളി കെട്ടുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പള്ളി കെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി. ഞാനിത് പറയണില്ല. പള്ളി ഉള്ള ഒരു സ്ഥലത്ത് പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് ഒരു പുതിയ പള്ളി കെട്ടാൻ വേണ്ടി പൈസ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കണം. അൽഹംദുലില്ലാഹ്, ഈ സ്റ്റേജ് നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, പലതുള്ളി പെരുവെള്ളം. ഒരു പള്ളി പണിയുമ്പോൾ ആ പള്ളിയിൽ പണിയുന്നതിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്കൊരവസരവും ഒരു ചാൻസും തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കിട്ടിയ അവസരം മുതലാക്കുക. എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ, എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കഅബയുടെ മുന്നിലെത്തണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പടച്ചവനെ, ഞാൻ കൊടുക്കുന്ന ഈ സദഖയ്ക്ക് പകരം പടച്ചവനെ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പൊ ഹജ്ജിന് പോകാൻ പറ്റാത്ത അവസ്ഥ.
60-65 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ സാധാരണ ആ സമയത്ത് ഹജ്ജിന് പോകാൻ എല്ലാവരും ഇരിക്കുക, പ്രായമാകണ സമയത്ത് പോകാം, അങ്ങനല്ലേ? വയസ്സാം കാലത്ത് CC അടഞ്ഞ് തീരാൻ നിൽക്കണ സമയത്ത് പോകാൻ വേണ്ടി. കാരണം എന്തേ? ഇപ്പൊ ഹജ്ജിന് പോയാൽ നന്നാകണം, പ്രായമാണ് സമയത്താണെങ്കിൽ പിന്നെ ഹാജിയെ പോലെ ജീവിക്കണം. അപ്പൊ ആ നിയമം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സദക്ക കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് ആ പുണ്യമായ പരിശുദ്ധമായ കഅബയിൽ ഹജ്ജിന് പോകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണം. ആ ഒരു നീയത്തോടെ എല്ലാവരും ഒരു സദക്കയെടുക്ക്. ഹജ്ജിന് പോകണമെങ്കിൽ പൈസയല്ല വേണ്ടത്, അതിനേക്കാളും മുകളിൽ വേണ്ടത് അൽഹംദുലില്ലാ ആഗ്രഹവും ദുആയുമാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഒരു നല്ല സദക്ക എടുത്തോ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ, കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തൂക്കുമ്പോൾ ഇങ്ങനെ വാരി വാരി ഇടുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഇതെന്താ ഇങ്ങനെ തൂക്കണേന്ന്. എങ്കിലും അവിടെ പല കള്ളത്തലങ്ങളും കാണിക്കും. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് തൂക്കുന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ നീതിമാനായ പടച്ച റബ്ബാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അനീതി കാണിക്കാറില്ല. അല്ലാഹുവാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അവിടുന്ന് തൂക്കുന്നത്. നന്മകൾ തൂക്കുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരിക്കലും യഥാ അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് ഇങ്ങനെ കൂടണമല്ലോ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ അകത്ത് ഒരുപാട് നന്മ കൂടണമല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മീസാൻ എന്ന് പറയുന്ന ത്രാസ് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല, അതത്ര ചെറുതൊന്നുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എത്രയാണെന്നറിയുമോ? മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, കടയിൽ കാണുന്ന റേഷൻ കടയിൽ കാണുന്ന ത്രാസുകളല്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ത്രാസ്. അതിന്റെ വലിപ്പം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ ഭൂമിയും ഈ ആകാശവും അതിനകത്ത് വെച്ച് തൂക്കാൻ കഴിവുള്ള ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ ദുനിയാവ് മുഴുവനും വെച്ച് തൂക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസ് വല്ലാത്ത വലിപ്പമുള്ളതാ, അതുപോലെ തന്നെ സിറാത്ത് എന്ന് പറയുന്ന പാലവും വല്ലാത്ത വലിപ്പമുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിന്റെ അകത്ത് ഈ ഭൂമിയും ഈ ആകാശവും പടച്ചവനെ ഈ പ്രപഞ്ചം മുഴുവനും വെച്ചുകൊണ്ട് തൂക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു അതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് വിശദീകരിക്കുമ്പോ സഹാബത്ത് പ്രവാചകന്റെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തേ സ്വഹാബ, നിങ്ങൾ എന്നെ നോക്കുന്നത് എന്തേ സ്വഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നത് നബിയേ? ഈ പ്രപഞ്ചം മുഴുവനും തൂക്കാൻ വലിപ്പമുള്ള ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് എങ്ങനെയാണ് നിങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് നിറയ്ക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, മീസാനിനെ നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നന്മകൾ ആരെങ്കിലും ചെയ്താൽ ഇത് നിസ്സാരമായ കാര്യമാണ്, ഇത് ചെറിയ കാര്യമാണ്. ഈ പറയുന്ന നന്മകൾ നിസ്സാരമാണെന്ന് തള്ളിക്കളയാതെ ഈ പറയുന്ന നന്മകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായ ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുമെന്ന്
കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ് മീസാൻ എന്ന് പറയുന്ന ഈ ഭൂമിയും ആകാശവും വരെ തൂക്കാൻ വലിപ്പമുള്ള ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ നന്മ ഏതെന്നറിയുമോ സ്വഹാബാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, നമ്മളെല്ലാവരും പറയുന്ന ദിക്റുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആ ഷഹാദത്ത് കലിമയുണ്ടല്ലോ അത് മീസാൻ എന്ന ത്രാസ് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്, ഇതെല്ലാവർക്കും അറിയുന്നവരാണ്, ഇതിന്റെ മഹത്വം അറിയാത്തവരില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇത് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്നാ. ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനുണ്ടാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അഭിലാഷമാണ് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അവസാനമായി പടച്ചറപ്പ് നിന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും വല്ലാത്ത മോഹമാണ്. ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഇവിടുന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ എന്ന്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടുന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അറിയുന്നവരാണ്. നിസ്കരിക്കാൻ അറിയാത്തവനും ഖുർആൻ ഓതാൻ അറിയാത്തവനും അല്ലാഹുവേ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയുമല്ലോ. പക്ഷേ നമ്മളിൽ പലരും അത് പറയാറില്ല, നമ്മളിൽ പലരും അത് പറയാറില്ല. ഇതിന്റെ മഹത്വമറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പടച്ചറപ്പിന്റെ പരലോകത്ത് ആദം നബി മുതൽ അഷ്റഫുൽ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവൻ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ മുന്നിലേക്ക് മലക്കുകൾ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു അയാളുടെ കണ്ണെത്താ ദൂരത്തോളം അവന്റെ ഏടുകൾ അവിടെ നിന്നിങ്ങനെ വിതറപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതാ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു കണ്ണെത്താ ദൂരം വരെ അവന്റെ കിതാബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ ഏടുകൾ ഇങ്ങനെ വിതറപ്പെടുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാ ഈ കാണുന്നതൊക്കെ നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഞാനും നിങ്ങളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് എടുത്ത് റബ്ബ് നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. കിതാബ് കാണുന്ന സമയത്ത് മനുഷ്യൻ ചോദിക്കുകയാ ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ എല്ലാം ഇതിനകത്തുണ്ടല്ലോ റഹ്മാനേ. അറിയാതെ ഒറ്റയ്ക്ക് ഞാൻ എന്റെ വീടിന്റെ
ബെഡ്റൂമിന്റെ ചെയ്തത് വരെ എല്ലാം ഒരെണ്ണം പോലും വിട്ടുകളയാതെ ഇതിനകത്തുണ്ടല്ലോ പടച്ചവര്. അല്ലാഹുവേ ഇതെന്ത് കിതാബാ എന്ന് നാളെ പരലോകത്ത് വെച്ച് നന്മതിന്മ എഴുതിയ കിതാബ് കാണുന്ന സമയം ജനങ്ങളെ ചോദിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഗ്രന്ഥമെടുത്ത് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. കിലോമീറ്ററുകളോളം നീളമുള്ള അവന്റെ കിതാബ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യ ഇത് നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഇല്ല അല്ലാ, ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല റബ്ബേ, മലക്കുകൾ അക്രമം ചെയ്തിട്ടില്ല അല്ലാ, ഇത് മുഴുവനും ഞാൻ ചെയ്തതാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോ അതാ തിന്മയുടെ ത്രാസാണ് പടച്ചവര്. തിന്മകൾ മാത്രമല്ലാതെ നന്മകൾ വളരെ കുറവാണ്. തിന്മകൾ ഒരുപാടുണ്ട്, നന്മകൾ വളരെ കുറവാണ്. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി, ഇനി ഞാൻ രക്ഷപ്പെടൂല, ഇവിടെ ഒരിക്കലും നന്മ എന്റെ ത്രാസിൽ കുറവാണല്ലോ, ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ കാർഡ് എടുത്തിട്ട് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാ. അതാ പടച്ചവന് അല്ലാഹു ഒരു ചെറിയ ഒരു കാർഡ് എടുത്തിട്ട് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നന്മയുടെ ത്രാസിൽ ഭാരം കൂടുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാ, ഇതേത് നന്മയാ അല്ലാ, ഇതേത് നന്മയാ അല്ലാ. ആ സമയത്ത് അവിടെ നിന്ന് പടച്ച റബ്ബ് പറയുകയാണ്, നീ ദുനിയാവിൽ വെച്ച് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞ ദിക്റുണ്ടല്ലോ, എന്ന് നീ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ആ ദിക്റാണെന്ന് നാളെ അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ദുനിയാവിൽ ചെയ്തു കൂട്ടിയ അവന്റെ പാപങ്ങളുടെ വലുപ്പം അത്രയും വലുപ്പമാണ്. പക്ഷേ ആ വലുപ്പങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ത്രാസിൽ ഭാരം കൂടാൻ ആ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു നന്മയെന്ത്? ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതാ മനുഷ്യന് നാളെ അവിടെ പ്രയോജനപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. മരണ വീട്ടിൽ പടച്ചവനെ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. പറയുന്നവർക്ക് എത്ര പേർക്കാണ് ഇഖ്ലാസ് ഉള്ളത്? അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുന്നവർ എത്ര പേരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു ദിക്റല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിലാണ്. അബൂ ഹുറൈറ, ഇഖ്ലാസോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പടച്ചവനെ അവന് സ്വർഗ്ഗത്തിലാണ്. അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയേ, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഓരോ ആണിനോടും പെണ്ണിനോടും പറയുകയാ, അത് കേവലം ഒരു ദിക്റ് മാത്രമല്ല, അത് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ദിക്റാ. പടച്ച റബ്ബേ,
അത് പറയുന്നവന് സ്വർഗമുണ്ട്, അത് പറയുന്നവന് സ്വർഗമുണ്ട്. ഞാനും നിങ്ങളും പടച്ചവനെ മരിക്കുന്ന സമയത്തത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് കുതിക്കുന്നവരാ. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി വേണം ആ ദിക്ർ പറയാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അൻ അബീ സുറ റളിയല്ലാഹു തആല അൻഹു നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരം കിട്ടുന്ന ഒരു ദിക്റിനെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറയുകയാ. റസൂലുള്ളാഹി പറയുന്ന രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ട് കലിമത്തുകൾ ഉണ്ടല്ലോ, അത് നാവിന് ഭാരമില്ലാത്തതാണ്. അവ രണ്ടും മീസാനിൽ ഭാരമുള്ളവയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മീസാനിൽ നിറയ്ക്കുന്ന ദിക്ർ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്, ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്. ഇത് മീസാനിനെ നിറയ്ക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള പ്രായമുള്ളവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പടച്ചവനെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ പള്ളിക്കകത്തിരുന്നിട്ട് അല്ലെങ്കിൽ വീടിനകത്തിരുന്നിട്ട് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവരും ഒതുപെടുത്തി എഴുന്നേറ്റ് പടച്ചവനെ നിസ്കാരപ്പായിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ദിക്ർ പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും നിങ്ങളും. നമ്മുടെ ഉപ്പ പറയുമായിരുന്നല്ലോ, നമ്മുടെ ഉമ്മ പറയുമായിരുന്നല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് ഇങ്ങനെ ദിക്ർ പറഞ്ഞ് പഠിച്ചവരാ ഞാനും നിങ്ങളും. പക്ഷേ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മഹത്വം അറിയുമല്ലോ. അല്ലാഹുവേ, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിന്റെ മഹത്വം അറിയുന്നവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്നവരാണല്ലോ, ദുആയ്ക്കൊരു കുറവില്ലല്ലോ. ഉസ്താദേ, രോഗം മാറുന്നില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു മക്കളെ തരുന്നില്ലല്ലോ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ. പരാതി പറയുന്നവര്, മജ്ലിസുകളെ കേറി ഇറങ്ങി നടക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂല് നിനക്ക് സമയം വരെ പറഞ്ഞു തന്നോ. ദുആ ചെയ്താ തള്ളപ്പെടാത്ത സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം, എന്തേ നീ അത് ഉപയോഗപ്പെടുത്താത്തത്? എന്തേ നിങ്ങളത് നിസ്സാരമാക്കി കളയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സെട്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അതാ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് പിടിച്ചിട്ട് ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന 6:30 മുതലുള്ള സമയമുണ്ടല്ലോ,
ആ 6 മണി കഴിയുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവേ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണവും എടുത്തു വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയാൽ അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല, അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. ആ സമയത്ത് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താ ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം വരെ പറഞ്ഞു തന്നു.